ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് നമ്മളൊരു ഫാമിലി ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നാണ് നമ്മുടെ പ്ലാനിങ് ഒത്തു വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്ന് വയനാട്ടിലേക്കാണ് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 8 മണിയാകുമ്പോഴേക്കും തന്നെ ഞങ്ങളിവിടെ തിരുവങ്ങൂർ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ ഫാമിലീസിനെയും കൂടെ വെയിറ്റ് ചെയ്യാണ്. 8:30 8:45 ആകുമ്പോഴേക്കാണ് ബസ് വരാമെന്ന് പറഞ്ഞത്. വളരെ ഹാപ്പിനെസ് നിറഞ്ഞൊരു യാത്ര തന്നെ ആയിരിക്കും ഇതെന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം അരിക്കൊമ്പൻസിൻ്റെ 10 ഫാമിലി ഉണ്ട് നമ്മുടെ ഈ ട്രിപ്പിൽ. കൂടാതെ എക്സ്ട്രാ ഒരു 1 ഫാമിലി കൂടെ നമ്മുടെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എല്ലാ ഫാമിലീസും ഇവിടെ ബസ്സിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ലഗേജസും സാധനങ്ങളും എല്ലാം കൂടെ ബസ്സിൻ്റെ ഡിക്കിയിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഫാമിലിയും റെഡിയായി. പിള്ളേരൊക്കെ ഇവിടെ ബസ്സിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും ബസ്സിലേക്ക് കയറാം. നമുക്ക് എല്ലാ ഫാമിലീസിനെ ഒന്ന് കണ്ടു കളയാം. ഓരോരുത്തരുടെ പേരായിട്ട് ഞാൻ എടുത്തെടുത്ത് ഇവിടെ പറയുന്നില്ല. നമ്മുടെ അരിക്കൊമ്പൻസിൻ്റെ ഫുൾ ആളുകൾ 10 ഫാമിലി ഉണ്ട് ഇവിടെ. അരിക്കൊമ്പൻസിൻ്റെ ഭാര്യമാരും മക്കളും ഒക്കെയാണ് ഫുള്ളായിട്ട് തന്നെ ഉള്ളത്. ഇവരാണ് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ള ആ ഫാമിലി. നിസാർക്കയുടെ വകയുള്ള സ്പെഷ്യൽ അനൗൺസ്മെൻറ്റോട് കൂടി നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു 9:45 കൂടി തന്നെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒന്നും ആലോചിച്ചില്ല. ട്രിപ്പ് എന്ന് പറഞ്ഞപ്പോൾ അത് ഉഷാറൊക്കെ അടിച്ച് പൊളിക്കാൻ തന്നെ തീരുമാനിച്ചു. ഓരോരുത്തരായിട്ട് ഡാൻസും സ്റ്റെപ്പിങ്ങും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഗായകരൊക്കെ പാട്ട് പാടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് തന്നെയാണ് ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. Call me CEO, I've been running right, see. And I ain't playing games, I create my own lane, making pleasure out of pain, turning losses into gains, I'm the boss, I'm making change, I've been rocking this exchange, popping off and risking things, gonna make a f***ing name, I just wanna be famous, but I don't want that cheap fame, no I'm not that vain, I just wanna be greatness, I just wanna be greatness, I just wanna be greatness, I just wanna be greatness. Ain't no motherfucker in this world could do it like me. Open up your eyes and insert a little rising. You don't have to love me, you don't have to like me. Got enough love in myself, in my psyche. You should have the same in your brain nightly. If you wanna taste me, you can fucking try me. If you wanna hate me, you know where to find me. And if you're going hate this, you can fucking bite me. Okay, I'm going off every chance I get. I don't really take a loss, well, I'll admit. That's why I'll make it to the top, yeah, I commit. And no, I'm never getting lost, I get after it. Investing in my ഫൈനലി നമ്മൾ ചുരത്തിൻ്റെ ടോപ്പിലെത്തി. ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. ഉച്ചയായിട്ടുണ്ട് ഏകദേശം. ഇവിടെ നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് തീരുമാനിച്ചു. വയനാടിനെ കുറിച്ച് പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. പ്രകൃതി രമണീയത തുളുമ്പി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഫോട്ടോസ് എടുക്കാണ്ട് എങ്ങനെയാണ് സ്കിപ്പാവുക അല്ലേ? പിന്നെ ഒന്നും ആലോചിച്ചില്ല.
തുരുതുരാന്ന് അങ്ങോട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. വയനാട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കോഴിക്കോടിനെ അപേക്ഷിച്ച് ഇവിടെ ചൂട് വളരെ കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാണാൻ വെയിലൊക്കെ ഉണ്ട്, എന്നാലും അത്ര ഒരുപാട് ചൂട് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ നമ്മുടെ തലയെടുപ്പുള്ള 10 കൊമ്പൻസ് നിരന്ന് നിൽക്കുന്നുണ്ട്. കൂടെ നമ്മുടെ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു കൊമ്പൻ്റെ കൂടെ വന്ന ഒരു ഫാമിലിയും ഉണ്ടല്ലോ. അവരും കൂടെ നിന്ന് ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കൊമ്പൻസിൻ്റെ ഭാര്യമാരും കുട്ടികളും എല്ലാവരും ചേർന്ന് നമ്മൾ ഒട്ടും മോശപ്പെടരുതല്ലോ, നമ്മളും അങ്ങോട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കും. അതിനുശേഷം നിസാർക്ക് എല്ലാവരും കൂടി കൊള്ളിച്ച് ഒരു സെൽഫി കൂടെ പാസ്സാക്കി. വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. നമ്മുടെ ബസ് കുറച്ചുകൂടെ ടോപ്പിലേക്കാണ് നിർത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ ബസ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കുറേ ടൈം നമ്മൾ ബസ്സിൽ ഇരിക്കുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തല്ലേ. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ വളരെ ഒരു റിലാക്സ് ആയിട്ട് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട് ഇതിലേക്ക് പോകാൻ. പിന്നെ കുറേ തരന്മാരൊക്കെ ഉണ്ട് ഇങ്ങനെ നമുക്കനുസരിച്ച് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അവരും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ താഴേക്കൊന്ന് നോക്കിയപ്പോൾ പൊളി, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല കേട്ടോ. മനുഷ്യൻ്റെ കൈകടത്തലുകൾ ഒരുപാട് അങ്ങോട്ട് ഏർപ്പെടാത്തതിനെ കൊണ്ട് തന്നെ ഇവിടുത്തെ പ്രകൃതി രമണീയത അതൊരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. മുന്നോട്ട് നടന്ന് അങ്ങനെ വെൽക്കം ടു വയനാട് എന്ന ബോർഡിൻ്റെ അടുത്ത് തന്നെ എത്തി. നമ്മുടെ കിരൺ ബസ് ഇവിടെ തന്നെയാണ് കേട്ടോ സൈഡാക്കിയിട്ടുള്ളത്. നമ്മൾ ബസ്സിൽ കയറി വീണ്ടും യാത്ര തുടങ്ങി. ഇനി നമ്മൾ നേരെ റിസോർട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അതിനു മുമ്പായി നമ്മളൊരു തോട്ടത്തിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു, ഒരു തേയിലത്തോട്ടത്തിലേക്ക്. ഇത് വെറും തേയിലത്തോട്ടമൊന്നുമല്ല കേട്ടോ, ഇവിടെ സ്കൈ സൈക്കിളൊക്കെയുള്ള തേയിലത്തോട്ടമാണ്. പിന്നെ ഇവിടുന്നും നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമുണ്ട്, തേയിലൊക്കെ തൊട്ട് നോക്കാനൊക്കെ കഴിയുന്നത്. ചെറിയ ഇലകളൊക്കെ ആയിട്ട് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ സാധനങ്ങളൊക്കെ തൊട്ടടുത്തുനിന്ന് കാണുന്നതല്ലേ. ഒട്ടും ചാൻസ് മിസ്സാക്കിയില്ല. മാക്സിമം നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്തു എന്ന് തന്നെ പറയാം. ഒട്ടുമിക്ക ടൂർ ട്രാവലേഴ്സും ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. ഇവിടെ കയറിയിട്ടാണ് ഒട്ടുമിക്ക ആൾക്കാരും പോകുന്നത്. പിന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ സ്കൈ സൈക്കിളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റോപ്പിലൂടെയൊക്കെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. വെറൈറ്റി ടൈപ്പ് ഓഫ് ഉപ്പിലിട്ടതും ഐസ്ക്രീംസും ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് നേരം റിലാക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ട് യാത്ര തിരിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ യാത്ര നേരിട്ടിട്ട് റിസോർട്ടിലേക്കാണ് കേട്ടോ. ബസ് വൈത്തിരിയിൽ സൈഡാക്കി പിന്നെ നമ്മൾ ഓട്ടോയ്ക്കായിരുന്നു ഓരോ ഫാമിലി ആയിട്ട് ഇങ്ങനെ ലഗേജസുമായിട്ട് പോയത്. ഇവിടെയാണ് നമ്മുടെ ഹോം സ്റ്റേ. ഇനി നമ്മുടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയടിച്ച് കണ്ടിട്ട് വരാം. ഇവിടേക്ക് വരുന്നതിന് മുമ്പേ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഈ പൂളായിരുന്നു ലക്ഷ്യം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൂളൊന്ന് കണ്ടേച്ചും വരാം. ഇല്ലിമുളങ്കാടുകളിൽ ലല്ലലലം പാടി വരുമെന്ന് പറഞ്ഞ പോലെ ഇല്ലിമുളങ്കാടിൻ്റെ അടുത്ത് തന്നെ ഇത് നൈസായിട്ടൊരു പൂൾ തന്നെ ഇവിടെ ഉണ്ട്. വലിയ ആഴമൊന്നുമില്ല, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നൈസായിട്ടുള്ള പൂളാണ്. ഇപ്പം തന്നെ ഇറങ്ങട്ടെ എന്നാണ് ചോദിക്കുന്നത്. ടൈമായില്ല മോനെ, കൺട്രോൾ. പിന്നെ ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കിക്കേ. ചുറ്റും വെറൈറ്റി ടൈപ്പ് ഓഫ് മരങ്ങൾ തന്നെ ഉണ്ട്. നല്ലൊരു കാമായിട്ടുള്ള ഏരിയ ആണ്. ഇനി നമ്മൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വയലൻസ് ഏരിയ തന്നെ ആക്കിയെടുക്കാം. ഇതേ നല്ല ബ്ലൂ കളറിൽ നമ്മുടെ പൂൾ ഇവിടെ ക്ലീനായിട്ട് കിടപ്പുണ്ട്. നല്ല കൂളായിട്ടുള്ള ക്ലൈമറ്റാണ്. മൊത്തത്തിൽ മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പൊളിക്കും, ഉഷാറാക്കും. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഇതേ ചാടി കളിക്കാനുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ മാവുകളൊക്കെയാണ്. അതിലിതേ മാങ്ങകളും തൂങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലം. ശരിക്കും ഒരു വീടിൻ്റെ അതേപോലെ തന്നെ ഉണ്ട് കാണാൻ. ഒരു ഹോംലി സ്റ്റേ തന്നെ എന്ന് പറയാം നമുക്കിവിടെ. പിന്നെ അപ്പുറത്തേക്ക് ഇതേ ഒരു കുളം പോലെ എന്തൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വിശാലമായ സ്ഥലം തന്നെ എന്ന് പറയാം. മാങ്ങ തൂങ്ങി കിടക്കുന്നുണ്ടോ, ചളി പിടിച്ച് കിടക്കുന്നതായിട്ട് ഒന്ന് തേച്ച് കഴുകി എടുക്കാം. എല്ലാവരുടെയും ലഗേജസൊക്കെ താഴെ തന്നെ ഇറക്കിയാണ്. നമുക്ക് മുകളിലേക്കൊന്ന് പോയി നോക്കാം എന്താണ് മുകളിലത്തെ സ്ഥിതി എന്നറിയാലോ. സ്റ്റെയർ കയറി ഇങ്ങനെ പോകുമ്പോൾ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. താഴേക്ക് നോക്കുമ്പോൾ ഇതേ നോക്കിയേ, അടിപൊളിയല്ലേ. പിന്നെ ഇവിടെ ഫിൽറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ ഫിൽറ്റർ ചെയ്ത് അവിടെ എടുക്കുന്നതെന്ന് തോന്നുന്നു. കുട്ടികളൊക്കെ അതേ മുകളിൽ ആദ്യം തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. താഴെ നോക്കുന്നതിനേക്കാളും വ്യൂ ഉണ്ട്. മരത്തിൻ്റെ ടോപ്സൊക്കെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ എല്ലാവരും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നിട്ട് നമുക്കിവിടെ എന്താ പറയുക, ചുറ്റി കാണാൻ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ എന്ന് തന്നെ പറയാം.
ആ നൈസായിട്ടുള്ള വെയിലൂടെ തട്ടിയപ്പോൾ ഉണ്ടല്ലോ പ്രകൃതി ഭംഗി ഒന്നുകൂടെ കൂടി എന്ന് തന്നെ പറയാം. നല്ല ഗോൾഡൻ ഷെയ്ഡ് അടിച്ച് കിടക്കുന്നുണ്ട് മരങ്ങളൊക്കെ. ഇതേ നമ്മുടെ മുകളിൽ ഇങ്ങനെയാണ് 3 റൂമുകളായിട്ടാണുള്ളത് മെയിനായിട്ട്. റിത്തോസും താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ കളിക്കാൻ വേണ്ടി ക്യാരം ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റൂമുകളൊക്കെ ഇതാ ഓരോ ടീമായിട്ട് ഓരോ റൂമിൽ ലഗേജസൊക്കെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. ഈ ഹാളിൽ തന്നെ ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഡൈനിങ് ഹാൾ പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെയേഴ്സ് ഉണ്ട്. പിന്നെ ഒരു റൂമിൽ 2 ബെഡ് വരുന്നുണ്ട്. നല്ല നീറ്റായിട്ട് ഒക്കെ കിടക്കുന്നുണ്ട് റൂംസൊക്കെ. കുട്ടികളിവിടെ വന്നപ്പോൾ തന്നെ കളിയൊക്കെ തുടങ്ങിട്ടോ. പകുതി പിള്ളേരൊക്കെ ഇതേ താഴെ എത്തി ചാട്ടമൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ കൂടെ ഇവരുടെ കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് താഴേക്ക് തന്നെ ഇറങ്ങി വരികയാണ്. ഇതെല്ലാവരെയും ഫുഡ് കഴിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ലേഡീസിനൊക്കെ അവധി തന്നിട്ട് കൊമ്പൻസാണ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏട്ടാ ഇതേ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഷഹീദക്കൊക്കെ അതാ ചോറ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷഹീദക്കിൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മളിന്ന് ചോറ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. നെയ്ച്ചോറാണ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. നിസാർക്കയും അനൂറയും കൂടി ചേർന്നിട്ടാണ് ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും ഒന്നിച്ചിരുന്നാണ് ഇന്ന് ഫുഡ് കഴിക്കുന്നത്. റിസോർട്ടിൻ്റെ പല ഭാഗങ്ങളായിട്ട് ഇരുന്ന് എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ച് നമ്മളൊന്ന് റിലാക്സ് ആയിരിക്കുമ്പോഴാണ് നിസാർക്കയുടെ വക ഒരു റിക്വസ്റ്റ്. നൈറ്റിൽ അൽഫാമും പൊറോട്ടയും ആക്കാം, അൽഫാമിന് വേണ്ടിയുള്ള മസാലകളൊന്ന് സെറ്റാക്കി തരുന്നു. അപ്പം ഞങ്ങൾ എല്ലാ ലേഡീസും ചേർന്ന് കിച്ചണിലേക്ക് ഇറങ്ങി. അനൂറാണ് മെയിൻ ആൾ കേട്ടോ. അങ്ങനെ കട്ടിങ് ഗ്രൈൻഡിങ് വേണ്ട എല്ലാ ഐറ്റംസും റെഡിയായി. ഇതേ നമ്മുടെ ചിക്കനിൽ മൊത്തമായിട്ട് മസാല ഒക്കെ തേച്ച് സെറ്റാക്കി വെച്ചു. ഇനി നൈറ്റിൽ ഗ്രില്ല് ചെയ്ത് എടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ കായരൊക്കെ പാട്ട് തുടങ്ങിയിട്ടുണ്ട്. കൊമ്പന്മാരിൽ ചിലരൊക്കെ പൂളിലൊക്കെ ഇറങ്ങി. ഇവിടെ പിള്ളേരും ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പൂളിൻ്റെ അടുത്തേക്ക് അടുത്തപ്പോൾ എന്താ ഇവിടെ സ്ഥിതി? കുട്ടികളൊക്കെ ഫുൾ ഹാപ്പി ആയിട്ട് കളിക്കേണ്ട. നമ്മുടെ റിത്തോസ് പോലും പേടിയില്ലാതെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയാണ്. ചിലരൊക്കെ നീന്തുന്നു, ചിലരൊക്കെ കളിക്കുന്നു. ഈ കൊമ്പൻസ് തന്നെ പകുതി പേര് നനഞ്ഞോണ്ട് കയറി വന്നിട്ട് ഇവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ മാത്രം എന്തിനാ കുറയ്ക്കുന്നേ? ഇനി ഇവരൊക്കെ കയറിയതിന് ശേഷം നമുക്ക് ലേഡീസിനൊന്ന് പൂളിൽ ഇറങ്ങിയത് വിലസാൻ തന്നെ തീരുമാനിച്ചു. ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരാം. അങ്ങനെ പൂളിൽ ഇറങ്ങാൻ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ചു കഴിഞ്ഞു. അത് നമുക്ക് പൂളിലേക്ക് നൈസായിട്ടൊന്ന് ഇറങ്ങി വന്നാലോ? എല്ലാവരും റെഡി ആയെന്ന് പോയി നോക്കിയിട്ട് വരാം. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അതേ പൂളിൻ്റെ അവിടെയൊക്കെ ഒരു തിരക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് പോയി നോക്കി വരാം കേട്ടോ. അങ്ങനെ കുറേ ടൈം തന്നെ നമ്മൾ പൂളിൽ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു ഒന്ന് ഫ്രഷായി നമ്മളിതേ ഈവനിങ് ആയപ്പോൾ ഇവിടേക്ക് കയറി വന്നിട്ടുണ്ട്. നൈറ്റിൽ ഗ്രില്ലിൻ്റെ പരിപാടി തുടങ്ങുന്നവരൊക്കെ ഇതേ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. സീറ്റ് ഔട്ടിലൊന്നും ആരുമില്ല കേട്ടോ. എല്ലാവരും അകത്താണുള്ളത്. എല്ലാവരും ഓരോ പണിയിലും വർക്കിലും ഒക്കെ കഥ പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. നമുക്ക് ബാക്കിലേക്ക് പോവാം. നമ്മുടെ കിച്ചൻ്റെ ഏരിയയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത്. കൊമ്പൻസ് മൊത്തത്തിൽ ഇവിടെ തകർത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഇന്നൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. അനൂറയുടെയും നിസാർക്കയുടെയും ആനിവേഴ്സറി കൂടെയാണ് ഇന്ന്. അപ്പോൾ നൈസായിട്ട് നമ്മളൊരു കേക്ക് കട്ടിങ് കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ കേക്കൊക്കെ സെറ്റായിട്ടുണ്ട്, ഇനി കട്ട് ചെയ്യാനും കൂടിയുള്ളൂ. എല്ലാ ഫാമിലിയും ഒത്തുകൂടി ഇനി ഇവരെ ഹാപ്പി ആയിട്ട് നമുക്കിവിടെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാം. ഫുൾ ഓൺ സെലിബ്രേഷൻ മൂഡാണ്. കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ഇനി ഗ്രില്ലിൻ്റെ കാര്യങ്ങൾ എന്തായെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇതൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ട്രിപ്പായിട്ട് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗ്രില്ലിങ്ങിൻ്റെ കാര്യം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷിംജിത്തേട്ടനാണ്. ഷിംജിത്തേട്ടൻ ഇത് പ്രൊഫഷണൽസിൻ്റെ പോലെ നന്നായിട്ട് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താവും എന്തോ, ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇതേ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, എല്ലാം റെഡിയാണ്, സെറ്റാണ്. നൈറ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഫുഡൊക്കെ ഉഷാറായിരുന്നു. ഗ്രില്ല് ചെയ്ത് അൽഫാമും പൊറോട്ടയൊക്കെ കഴിച്ചു. ഇനി നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. നൈറ്റിൽ ഉറങ്ങുന്ന കാര്യങ്ങളാണ്, കുട്ടികളുടെ കളിയൊന്നും കഴിഞ്ഞില്ല. നമുക്ക് ഏതെങ്കിലും ഒരു റൂമിൽ ഒന്ന് നൈസായിട്ട് ഉറങ്ങണം. അപ്പോൾ ഇനി നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഞാൻ ഋതുസുദേ ഇവിടെ ഒരു ബെഡൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ ടാറ്റാ ബൈ ബൈ, സീ യു, ടു ബി കണ്ടിന്യൂഡ്.